ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. വികസിത് ഭാരത് 2047 ലക്ഷ്യമിട്ടുള്ള അടുത്ത 5 വർഷത്തെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിച്ച് നടപ്പാക്കേണ്ട അടിയന്തര നടപടികൾക്കായുള്ള 100 ദിവസത്തെ അജണ്ടയും ചർച്ചയായി. സംസ്ഥാന സർക്കാരുകൾ, അക്കാദമിക്, വ്യവസായ സ്ഥാപനങ്ങൾ, ശാസ്ത്ര സംഘടനകൾ തുടങ്ങിയവയുമായി നടത്തേണ്ട കൂടിയാലോചനകളും അവരിൽ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളും ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കം. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സന്ദർശനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രതിരോധ രംഗത്തെ തദ്ദേശീയവത്കരണ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഡിഫ് കണക്ട് 2024 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യും. സായുധ സേനാ വിഭാഗം, പ്രതിരോധ വ്യവസായ പ്രമുഖർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക നയരൂപകർത്താക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളാകും. ചരക്ക് സേവന നികുതി വകുപ്പിലെ കേന്ദ്ര സംസ്ഥാന എൻഫോഴ്സ്മെന്റ് മേധാവികളുടെ ദേശീയ സമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പാണ് നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. GST വെട്ടിപ്പ്, വ്യാജ ഇൻവോയ്സ് എന്നിവയെ ചെറുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വൻ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച വിവിധ മിഷനുകൾ അതിന്റെ ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ റെസിഡൻസ് അസോസിയേഷനുകളുമായുള്ള മുഖാമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. SSLC പരീക്ഷ നാളെ ആരംഭിക്കും. പരീക്ഷാ നടത്തിപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തെ 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങൾ ഉൾപ്പെടെയാണത്. പുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മാർച്ച് 12 തീയതി രാവിലെ തിരുവനന്തപുരത്ത് നടക്കും. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിലായി. നാവായിക്കുളം സ്വദേശി കബീർ എന്ന ഹസൻകുട്ടിയാണ് കൊല്ലം ചിന്നക്കടയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പോക്സോ കേസ് പ്രതിയായ ഇയാളെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് തിരിച്ചറിഞ്ഞതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 12-നാണ് ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു. ഡീനിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നും വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെഹബാസ് ഷെരീഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേതാവായ ഷെഹബാസ് ഷെരീഫ് 201 വോട്ടുകൾ നേടി. ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള PTI സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാന് 92 വോട്ടുകളാണ് ലഭിച്ചത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി. നിലവിൽ ഒന്നാമതായിരുന്ന ന്യൂസിലാൻഡിനെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ നേട്ടം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗ്രൂപ്പ് എയിൽ നിന്ന് കേരളം, സർവീസസ്, ഗോവ, അസം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്ന് മണിപ്പൂർ, മിസോറാം, ഡൽഹി റെയിൽവേസ് ടീമുകളുമാണ് ക്വാർട്ടർ മത്സരങ്ങളിൽ ഇടം നേടിയത്. സർവീസസും റെയിൽവേസും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ. കേരളം ചൊവ്വാഴ്ച മിസോറാമിനെ നേരിടും. സംസ്ഥാനത്ത് പൾസ് പോളിയോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം പൂർത്തിയായി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ പ്രതിരോധ മരുന്ന് നൽകിയത്. ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകും. രാജ്യത്ത് കഴിഞ്ഞ മാസം വിദേശ നിക്ഷേപകർ 24,000 കോടി രൂപ ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് നിക്ഷേപിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ നിക്ഷേപമാണ് ഇത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 19,800 കോടി രൂപയിലധികമായിരുന്നു വിദേശ നിക്ഷേപം. ഇന്ത്യൻ നാവികസേനയുടെ വിവിധ ഉദ്ദേശ ഹെലികോപ്റ്റർ MH-60R സീഹോക്ക് ബുധനാഴ്ച കൊച്ചിയിലെ INS ഗരുഡയിൽ കമ്മീഷൻ ചെയ്യും. 2020 ഫെബ്രുവരിയിൽ US സർക്കാരുമായി ഒപ്പുവെച്ച 24 വിമാനങ്ങൾ അടങ്ങുന്ന വിദേശ സൈനിക വിൽപ്പന കരാറിന്റെ ഭാഗമാണ് ഹെലികോപ്റ്ററുകൾ. പ്രതിരോധ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ദ്വിദിന ശില്പശാല നാളെ ആരംഭിക്കും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സെഷനുകളിൽ അധ്യക്ഷനാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.